ഓരോന്ന് കാണിച്ച് അശ്വതിയെ കൂടെ അവളുടെ വരുതിയിലാക്കി എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ആ മഹിയേട്ടൻ നളിനി ചേച്ചി. ഓ, രണ്ടുപേരും കൂടെ ചേർന്ന് അവളെ അങ്ങ് വാനോളം പുഴുത്തുന്നുണ്ടായിരുന്നു. നളിനി ചേച്ചി പിന്നെ അവളുടെ അമ്മയാ, സപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല. പക്ഷേ ഈ മഹിയേട്ടൻ എന്താ പ്രശ്നം? മഹിയേട്ടൻ നിൽക്കേണ്ടത് ചേച്ചിക്കൊപ്പം അല്ലേ? ആ, മഹിയേട്ടനിപ്പോ എന്നെക്കാളും മോനെക്കാളും കാര്യം അവളോടല്ലേ? അങ്ങനെ ആക്കി വെച്ചിരിക്കല്ലേ. ഇപ്പൊ പൃഥ്വിയും പൂർണിമ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളുടെ വാക്ക് കേട്ട് പൃഥ്വി കല്യാണത്തിന് സമ്മതിച്ചത്. ഇനി അടുത്തത് അശ്വതിയാണ് അവളുടെ ലക്ഷ്യം. ചേച്ചി നോക്കിക്കോ, ഓരോന്ന് പറഞ്ഞ് ചേച്ചി അശ്വതിയും തമ്മിൽ പൂർണിമ അകറ്റും. ഒരു തരത്തിൽ പറഞ്ഞ ഇതിനൊക്കെ കാരണം ചേച്ചി തന്നെ. അവൾ എന്ത് ചെയ്താലും ഒന്നും പ്രതികരിക്കാതെ ചേച്ചി അങ്ങ് സഹിച്ചു കളയും. ഇപ്പൊ തന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് ചേച്ചി അതങ്ങ് ക്ഷമിച്ചു കളഞ്ഞില്ലേ? എന്നാര് പറഞ്ഞു? ഇത് ഞാൻ വെറുതെ വിടില്ല. എന്റെ മോന്റെ ജീവിതത്തെ അനാവശ്യമായി ഇടപെടാൻ ഇനി ഞാൻ അവളെ അനുവദിക്കില്ല. ഇത്രയും കാലം ഞാനെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. ഇനി അതുണ്ടാവില്ല. ഈ ചന്ദ്രമതി ആരാണെന്ന് പൂർണിമ ഇനിയാണ് അറിയാൻ പോകുന്നത്. അങ്ങനെ തന്നെ വേണം ചേച്ചി. കല്യാണം കഴിപ്പിച്ച് ആരുടെയെങ്കിലും കൂടി നാശത്തിനെ പറഞ്ഞു വിട്ടൊന്ന് സ്വസ്ഥമാവാന്ന് വിചാരിച്ചപ്പോ ആ സഞ്ജയം പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നേക്കും. ഓ, ഇവളെ ഒരു തരത്തിൽ പറഞ്ഞാ ഇവളെ കളഞ്ഞിട്ട് പോയെന്ന് നമുക്കവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മാരി വൃത്തിയുടെ സ്വഭാവല്ലേ, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇവൾ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ടായിട്ട് നളിനി ചേച്ചി കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇത്രയും പ്രായമായ അവർക്കറിയില്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പയ്യന്റെ അമ്മയായ ചേച്ചിയാണെന്ന്. ഇതൊക്കെ അമ്മയും മോളും തങ്ങളി പ്ലാൻ ചെയ്ത് ചെയ്യുന്നില്ലേ? ദേവേട്ട ഉണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡ്. ഓ, ഭർത്താവിനെ കൊണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ അങ്ങ് കൈപ്പിടിയിലാക്കി വെച്ചു. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഈ കാര്യത്തിന് പൂർണിമയ്ക്ക് മറുപടി കൊടുക്കണം. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു അഹങ്കാരം ചെയ്യാൻ തോന്നാത്ത വിധത്തിലുള്ള മറുപടി. അത് ഞാൻ കൊടുത്തോളാം.